ജമ്മു കാശ്മീരിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 32 പേർക്ക് ജീവൻ നഷ്ടമായി. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതേസമയം ഉത്തരേന്ത്യയിൽ മഴ തുടരുന്നു. ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിനു സമീപമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് ദുരന്തമുണ്ടായത്. 3 ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. തവി നദി കര കവിഞ്ഞൊഴുകുകയാണ്. ശക്തമായ ഒഴുക്ക് കാരണം തവി പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു. നിരവധി വാഹനങ്ങളാണ് ഈ പാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. 30ഓളം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ബാധിതമാണ്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി. റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും താറുമാറായി. 27 ട്രെയിനുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. കിഷ്ത്വാർ ദോഡ ജില്ലകളിലെ നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നിർത്തിവച്ചു. പ്രളയബാധിതരായ 3500-ലധികം ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. പഞ്ചാബിൽ നിരവധി ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ബാധിതമാണ്. ബിയാസ്, സത്ലജ് നദികളിലെ ജലനിരപ്പ് ഉയർന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പത്താൻകോട്ടിലെ മധോപൂരിൽ കുടുങ്ങിക്കിടന്ന CRPF ജവാന്മാരെ സൈന്യം രക്ഷിച്ചു. അമൃത്സറിൽ ആളൊഴിഞ്ഞ 3 കെട്ടിടങ്ങൾ തകർന്നു. പത്താൻകോട്ട്, ഹോഷിയാർപൂർ, ഗുരുദാസ്പൂർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഉത്തർപ്രദേശിൽ ഗംഗയിലെ ജലനിരപ്പ് ഉയർന്നു. ഹിമാചൽ പ്രദേശിലും മഴ മൂലം കനത്ത നാശനഷ്ടമുണ്ടായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 310ആയി. 324 വീടുകൾ പൂർണ്ണമായും തകർന്നു. 3 ദേശീയപാതകളടക്കം 400-ലധികം റോഡുകളിലെ ഗതാഗതം സ്തംഭിച്ചു. ഉത്തരാഖണ്ഡിൽ ഓഗസ്റ്റ് 29 വരെ കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. യമുന നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലെത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.